ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെണ്ടക്ക കൊണ്ടുള്ള മോരുകറിയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ചോറിന് ഒഴിച്ചു കൂട്ടാൻ ഇത് മാത്രം മതി. വേറെ ഒരു കറിയില്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. വെണ്ടക്ക മോരുകറി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായാൽ നമുക്കതിലേക്ക് വെണ്ടക്ക ഇട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ വെണ്ടക്ക ഏകദേശം ഒന്ന് മുരിഞ്ഞു വരാൻ എന്തായാലും ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിനിടയിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും അതിലേക്ക് നല്ല ജീരകവും പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനിടയിൽ നമുക്ക് നമ്മുടെ വെണ്ടക്കേനൊന്ന് പോയി നോക്കാം. വെണ്ടക്ക ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വെണ്ടക്ക കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എന്നാലേ നമുക്ക് ആ ഒരു വെണ്ടക്കയുടെ ആ ഒരു പശപ്പൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടക്ക നന്നായി മൊരിഞ്ഞ് നമുക്കിനി ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുകും ഉലുവയും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് അത് വഴറ്റി അതിലേക്ക് ഉള്ളി കൂടെ ആഡ് ചെയ്യാം. ഉള്ളി നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി, അതായത് ചിറ്റുള്ളി എന്നും പറയും, കുഞ്ഞുള്ളി ഉപയോഗിക്കാം, സാധാ ഉള്ളി. ഞാനിപ്പോൾ ഇവിടെ സാധാ നമ്മുടെ വെല്ലുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളി ഇട്ട് നന്നായി മൊരിച്ചെടുക്കുക. ഈ ഉള്ളി മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് ഇളക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ചെറിയ തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നല്ല മൊരിഞ്ഞ വെണ്ടക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിള വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഐറ്റം, അതായത് നമ്മുടെ തൈരാണ് ഇനി ചേർക്കേണ്ടത്. തൈരൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് അരക്കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് തീയില്ലപ്പോൾ നമ്മൾ തൈര് ഒഴിക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം തൈരൊക്കെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യാനുസരണം ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. വേറൊരു കറികളും വേണമെന്നില്ല, ഇത് മാത്രം മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.